ഇറാൻ യുദ്ധം പ്രതീക്ഷിക്കാത്ത തലങ്ങളിലേക്ക് മാറിപ്പോവുകയാണോ എന്ന സംശയം ഉയർന്നിരിക്കുന്നു. ഇത്രയും കാലം സൗദി അറേബ്യ, UAE, ഖത്തർ, ഒമാൻ ഇതൊക്കെ അമേരിക്കയുടെ ഒരു സംരക്ഷണമുള്ള രാജ്യങ്ങളായിരുന്നു. അവിടെയൊക്കെ അമേരിക്കൻ താവളങ്ങളുണ്ട്. അവർക്ക് പൂർണ്ണമായൊരു സംരക്ഷണവും ആരെയും പേടിക്കേണ്ടതില്ല എന്നൊരു രീതിയിലായിരുന്നു അവരൊക്കെ കഴിഞ്ഞിരുന്നത്. പക്ഷേ ഇറാനെ അമേരിക്കയും ഇസ്രയേലും ചേർന്ന് ആക്രമിച്ചതിന് ശേഷം ഇറാൻ പലവട്ടം ഈ രാജ്യങ്ങൾക്ക് നേരെ മിസൈലുകളും മറ്റും അയക്കുകയുണ്ടായി. അവിടെയൊക്കെ നാശനഷ്ടങ്ങളുണ്ടായി പലതരത്തിൽ. അപ്പോൾ അമേരിക്കയ്ക്ക് അവ പ്രതിരോധിക്കാനായില്ല, വേണ്ട വിധത്തിൽ തടയാനായില്ല, വേണ്ടത്ര സംരക്ഷണം ഇവർക്ക് നൽകാനുമായില്ല. അപ്പം ഈ രാജ്യങ്ങളിലൊക്കെ അമേരിക്കയുടെ ശക്തി അല്ലെങ്കിൽ അമേരിക്ക നൽകുന്ന പിന്തുണ അതിനെപ്പറ്റി സംശയമുയർന്നു. ഇപ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ട സൗദി അറേബ്യയെ പറ്റി ആണ് പറയുന്നത്. ന്യൂയോർക്ക് ടൈംസിലും മറ്റും അതിനെപ്പറ്റിയുള്ള ലേഖനങ്ങൾ കണ്ടു. അമേരിക്കയ്ക്ക് ഫലപ്രദമായി ഇവരെ സംരക്ഷിക്കാനാവില്ല എന്നുള്ളൊരു ചിന്താഗതി വന്ന സാഹചര്യത്തിൽ മറ്റ് രാഷ്ട്രീയ അലൈൻമെൻറ്റുകൾ, മറ്റു രീതിയിലുള്ള മാറ്റങ്ങൾ, രാഷ്ട്രീയ മാറ്റങ്ങൾ അവിടെയൊക്കെ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നു. പ്രധാനമായിട്ടും പാകിസ്ഥാൻ, തുർക്കി, ചൈന ഇവയൊക്കെ കൂടി ചേർന്ന് ഒരു സംഘടിത ശക്തിയായിട്ട് മാറുന്ന ഒരവസ്ഥ, അതിനു വേണ്ടിയിട്ടുള്ള നീക്കങ്ങൾ വന്നു കഴിഞ്ഞാൽ അമേരിക്കയുടെ ആവശ്യമില്ല. അമേരിക്കയെ പോലെ തന്നെ ശക്തിയായ ചൈനയുണ്ട്. പാകിസ്ഥാനാണെങ്കിൽ അണ്വായുധമുണ്ട്, ഇസ്ലാമിക രാജ്യമാണ്. തുർക്കിയാണെങ്കിലും ശക്തിയുള്ള രാജ്യമാണ്. ഇതെല്ലാം കൂടി ഒരുമിച്ച് നിന്നാൽ ഒരു വലിയ ശക്തിയായി മാറാനായിട്ട് ആവും. ഇപ്പം തന്നെ പാകിസ്ഥാനും ഈ സൗദി അറേബ്യയും തമ്മിൽ മറ്റു രാജ്യങ്ങൾ ആക്രമിച്ചാൽ തങ്ങളും കൂടി ആക്രമിക്കുന്നു പറഞ്ഞുള്ള കരാറ് തന്നെയുണ്ട്. അപ്പോൾ അതെല്ലാം ഫലത്തിൽ ഇന്ത്യക്ക് ദോഷമാണ്, അമേരിക്കയ്ക്കും ദോഷമാണ്, ഇന്ത്യക്കും ദോഷമാണ്. അപ്പം എങ്ങനെ വന്നാലും ഇന്ത്യയും അമേരിക്കയുമാണ് ഈ ഇങ്ങനെയുള്ള കൂട്ടുകെട്ടുകളുണ്ട് അപകടത്തിലേക്ക് പോവുക. അപ്പോൾ രണ്ടു കൂട്ടരും എന്തുകൊണ്ടും ഒരുമിച്ച് നിൽക്കേണ്ട രണ്ട് രാജ്യങ്ങളാണ് അമേരിക്കയും ഇന്ത്യയും. അത് തള്ളിക്കളയേണ്ട ഒരു കാര്യവുമില്ല. അപ്പോൾ സൗദിയുടെ ക്രൗൺ പ്രിൻസ് മുഹമ്മദ് ബിൻ സൽമാൻ, അപ്പോൾ അദ്ദേഹം ആദ്യകാലത്ത് ഈ ഇറാനെ ശരിക്കും ആക്രമിക്കണമെന്നുള്ള നിലപാടുകാരനായിരുന്നു അദ്ദേഹം. പക്ഷേ ട്രംപ് ഉദ്ദേശിച്ചത്ര ആക്രമിച്ചില്ല. ഇപ്പം പാമ്പിനെയും മറ്റും പകുതി തല്ലി വേദനിപ്പിച്ച് വിട്ടു എന്നുള്ള ഒരവസ്ഥയാണ് ഇപ്പം നിൽക്കുന്നത്. അതാണോ ദോഷകരമായി പോയതെന്ന് അറിഞ്ഞുകൂടാ. നമുക്കറിയാം, ഇപ്പം സൈന്യത്തിനും വിദേശകാര്യ വകുപ്പിലൊക്കെ ഈ വലിയ ബുദ്ധിരാക്ഷസന്മാരുണ്ട്. ഇപ്പം നമ്മൾ കാണുന്ന പോലെ ആയിരിക്കില്ല അവർ കാര്യങ്ങൾ കാണുന്നത്, അല്ലെങ്കിൽ പ്രസിഡന്റ് നിലപാടെടുക്കുന്നത്. അപ്പം എന്തായാലും അതായിരിക്കാം ഒരുപക്ഷെ ഈ ഇറാൻ ഇത്രയും ശക്തമായിട്ട് നിൽക്കുന്നതിന് കാരണമെന്ന് തോന്നുന്നു. അത് അയൽ രാജ്യങ്ങൾക്ക് ഭീഷണിയായി മാറുന്നു. കാരണം ഇറാന് ശക്തിയുള്ളൊരു രാജ്യമാണ്, വലിയൊരു രാജ്യമാണ്. അവരെ സംബന്ധിച്ചിടത്തോളം, മറ്റു രാജ്യങ്ങളെ സംബന്ധിച്ചിടത്തോളം അപ്പോൾ അവർക്ക് പിടിച്ചു നിൽക്കാൻ പറ്റാത്തൊരു സ്ഥിതി വരുന്നു. പോരെങ്കിൽ ഈ ഹൊർമൂസ് കടലിടുക്ക് അതൊരു വലിയ സംഭവം തന്നെയാണെന്ന് ഇപ്പോഴാണ് മനസ്സിലാവുന്നത്. ഇറാൻ്റെ കയ്യിലാണ് അതിൻ്റെ താക്കോലിരിക്കുന്നത്. എപ്പോൾ വേണേലും അതിനെ അടച്ചുപൂട്ടാം, എപ്പോൾ വേണേലും അവർ പൈസ മേടിക്കാം. അങ്ങനെ വന്നപ്പോഴത്തേക്ക് മിഡിൽ ഈസ്റ്റിലെ എക്കോണമി മുഴുവൻ തകരുന്ന ഒരവസ്ഥ വരുന്നു. അല്ലെങ്കിൽ അവരുടെ ആ മിഡിൽ ഈസ്റ്റിലെ എക്കോണമി മുഴുവൻ ഇവരുടെ നിയന്ത്രണത്തിൽ വരുന്ന ഒരവസ്ഥ വരുന്നു. വ്യാപകമായിട്ട് തന്നെ എക്കോണമിയെല്ലാം ബാധിക്കുകയും ചെയ്യുന്നു. അപ്പോൾ അത് എക്കാലത്തും ഇപ്പം അമേരിക്ക ഏതെങ്കിലും കരാറുണ്ടാക്കി കഴിഞ്ഞാൽ തന്നെ ഹൊർമൂസിൻ്റെ കാര്യത്തിൽ അങ്ങനെ വലിയൊരു കടുംപിടുത്തമൊന്നും പിടിക്കാൻ പോകുന്നില്ല. അതിൻ്റെ നിയന്ത്രണം ഈ രാജ്യങ്ങൾ ഇറാനും ഒമാനും കൂടെ തീരുമാനിച്ചോട്ടെ എന്ന് പറഞ്ഞാൽ അവർ പിറ്റേ ദിവസം മുതൽ ഈ ഇൻഷുറൻസ് പിരിക്കാൻ തുടങ്ങും. ഈ മറ്റേ ടോളെന്ന് പറയുകയില്ലായിരിക്കും, ഇൻഷുറൻസ് എന്നൊക്കെ പറഞ്ഞ് പൈസ പിരിക്കാനായിട്ട് തുടങ്ങും. അപ്പോൾ അത് മറ്റു രാജ്യങ്ങൾ ഇഷ്ടപ്പെടണമെന്ന് ഇല്ല. അല്ലെങ്കിൽ അതുപോലെ തന്നെ മറ്റു രാജ്യങ്ങളുടെ മേൽ നിയന്ത്രണം കൊണ്ടുവരികയും ചെയ്യും. ഈ സാഹചര്യത്തിലൊക്കെയാണ് പുതിയ ഒരു അലൈൻമെൻറ്റ് അവിടെ ഉണ്ടാകുന്നത്. ഈ ശക്തി കേന്ദ്രങ്ങൾ, രാജ്യങ്ങൾ തമ്മിലുള്ള ആ ബന്ധങ്ങളിൽ മാറ്റം വരുന്നത്. അപ്പോൾ യുദ്ധം എങ്ങനെയൊക്കെയാണ് മാറ്റങ്ങൾ ഉണ്ടാക്കുകയെന്ന് നമുക്ക് അറിഞ്ഞുകൂടെ. യുദ്ധം തുടങ്ങുമ്പം നമ്മൾ വിചാരിക്കുന്ന ലക്ഷ്യങ്ങളല്ല പിന്നെ അത് നേടിയെടുക്കുക. ഇപ്പം നമ്മൾ കണ്ടു, ഓപ്പറേഷൻ സിന്ധു കഴിഞ്ഞപ്പോഴത്തേക്ക് അമേരിക്കയും പാകിസ്ഥാനും ബായി അതായി. നമ്മളായിരുന്നു ഇന്ത്യയുമായിട്ടായിരുന്നു ഏറ്റവും നല്ല ബന്ധം, പക്ഷെ അത് പിന്നീട് അത് പാകിസ്ഥാനുമായിട്ടായി. എന്ന് പറഞ്ഞ പോലെ ഈ അമേരിക്കയുമായുള്ള ബന്ധങ്ങളിൽ ഒരു വിള്ളൽ വീഴുന്ന ഒരവസ്ഥ കാണുന്നു. അത് നമുക്ക് എന്തായാലും നന്നല്ല. പ്രത്യേകിച്ച് സൗദി അറേബ്യയൊക്കെ പോലെ വിശ്വസിക്കാവുന്ന ആ രാജ്യങ്ങൾ, ശക്തിയുള്ള രാജ്യങ്ങളും എണ്ണ കൂടുതലായിട്ടുള്ള രാജ്യങ്ങളും മാറ്റങ്ങൾ വരുമായിരിക്കാം എന്ന് പ്രതീക്ഷിക്കുന്നു.